വിട്ടുവീഴ്ചയില്ലാതെ US-ഇസ്രായേൽ സഖ്യവും മുട്ടുമടക്കാതെ ഇറാനും പരസ്പരം പോരാട്ടം തുടരുകയാണ്. ഇറാനിൽ ഇതിനോടകം തന്നെ മരണം 1100 കടന്നു. 5000-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ലോകരാജ്യങ്ങളെല്ലാം യുദ്ധത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഗൾഫ് മേഖലയിൽ ഇറാന്റെ ആക്രമണം അതിതീവ്രമായി തുടരുകയാണ്. ഹോർമുസ് കടലിടുക്ക് മറികടക്കുന്ന കപ്പലുകൾ തകർക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ സൗദി അറേബ്യയിലെ റിയാദിലുള്ള US എംബസിക്ക് തീ പിടിച്ചു. തുടർന്ന് ഇവിടത്തെ കുവൈറ്റിലെ എംബസിയും US അടച്ചു. റിയാദ്, ജിദ്ദ, ദഹ്റൻ എന്നിവിടങ്ങളിലെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു. ഇന്നും യുദ്ധം കടുപ്പിക്കുകയാണ് രാജ്യങ്ങൾ. ഈ പോർമുഖത്തേക്ക് ഉടൻ പാകിസ്ഥാൻ ഇറങ്ങുമെന്നാണ് പ്രചരിക്കുന്ന വാർത്തകൾ. ഇങ്ങനെ വാർത്തകൾ പ്രചരിക്കാൻ ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് നോക്കാം. പരസ്പര പ്രതിരോധ കരാർ. 2025 സെപ്റ്റംബറിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും ഒരു പരസ്പര പ്രതിരോധ കരാർ ഒപ്പുവെച്ചിരുന്നു. അതായത് രണ്ടു രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരായ ആക്രമണം ഇരു രാജ്യങ്ങളെയും ബാധിക്കുന്ന തരത്തിൽ കണക്കാക്കുന്നതാണ് കരാർ. പാകിസ്ഥാനെയോ സൗദി അറേബ്യയോ ആക്രമിച്ചാൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് നേരിടുമെന്നാണ് അതിനർത്ഥം. എന്നാൽ ഈ കരാറിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ഇറാന്റെ ആക്രമണത്തിനിടെ വീണ്ടും ഈ കരാർ ചർച്ചയായിരിക്കുകയാണ്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ചൊവ്വാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സൗദിയുമായുള്ള കരാറിനെക്കുറിച്ച് പരാമർശിക്കുന്നു. ഇത് കരാറിനെക്കുറിച്ച് രാജ്യങ്ങൾ ചർച്ച ചെയ്യാൻ കാരണമായിട്ടുമുണ്ട്. സൗദിയിൽ ആക്രമണം നടത്തുന്നതിനെ തുടർന്ന് ഇറാൻ പ്രതിരോധ മന്ത്രാലയവുമായി സംസാരിച്ചുവെന്നും തങ്ങളും സൗദിയുമായ ഒരു പ്രതിരോധ കരാറുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിയെന്നും ഇഷാഖ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതാദ്യമായാണ് ഒരു മുതിർന്ന പാകിസ്ഥാൻ ഉദ്യോഗസ്ഥൻ യുദ്ധത്തെക്കുറിച്ച് പരസ്യമായി സംസാരിക്കുന്നത്. സൗദിയെ സംരക്ഷിക്കാൻ പാകിസ്ഥാൻ ഏതറ്റം വരെയും പോകുമെന്നതിന്റെ തെളിവാണിത് എന്ന് പല മാധ്യമങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധങ്ങൾ പോലും ഇതിനായി ഉപയോഗിച്ചേക്കാമെന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് പോകും എന്നതിൽ സംശയമില്ല. ഇറാന്റെ പ്രകോപനപരമായ പെരുമാറ്റം ആവർത്തിച്ചാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മുൻപ് സൗദി മുന്നറിയിപ്പ് നൽകിയിരുന്നു. തങ്ങളുടെ പൗരന്മാരെയും പ്രദേശത്തെയും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് സൗദി അധികൃതർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. 2025 സെപ്റ്റംബറിൽ ദോഹയിലും ഖത്തറിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് സംരക്ഷണത്തിനാണ് മറ്റു രാജ്യങ്ങളെ തങ്ങളുടെ പങ്കാളികളായി തിരഞ്ഞെടുക്കാൻ സൗദി തീരുമാനിച്ചത്. അങ്ങനെയാണ് പാകിസ്ഥാനുമായി കരാർ ഒപ്പിടുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ പാകിസ്ഥാൻ പങ്കുചേരില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ SMDA കാരണം രാഷ്ട്രീയപരമായി സൗദിയെ ഇവർ പിന്തുണയ്ക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. നിലവിൽ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഒരു മുന്നറിയിപ്പ് മാത്രമേ ഇറാന് നൽകിയിട്ടുള്ളൂ. സൗദിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. സൗദിക്ക് ആണവ സംരക്ഷണം നൽകുമെന്ന് ഇതുവരെ ഔദ്യോഗികമായി പാകിസ്ഥാനും സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഏകദേശം 4 ദശലക്ഷത്തിലധികം പാകിസ്ഥാൻ പൗരന്മാർ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്നുണ്ട്. ഇവർ രാജ്യത്തേക്ക് അയക്കുന്ന പണം പാകിസ്ഥാന്റെ ഒരു പ്രധാന സാമ്പത്തിക സ്രോതസ്സാണ്. അതിനാൽ കരാറിനപ്പുറമാണ് ഗൾഫ് രാജ്യവുമായുള്ള പാകിസ്ഥാന്റെ ബന്ധം. അതിനാൽ സൗദിക്ക് വേണ്ടി ആണവായുധം കയ്യിലുള്ള പാകിസ്ഥാൻ പോർമുഖത്തേക്ക് ഇറങ്ങുമെന്നും ചില വിദഗ്ധർ പറയുന്നു. അങ്ങനെയെങ്കിലും യുദ്ധത്തിൽ പാകിസ്ഥാനും പങ്കാളിയാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇറാനെതിരെ നടപടി എടുക്കുക എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമല്ല. ഇറാൻ പാകിസ്ഥാന്റെ ഒരു പ്രധാന അയൽക്കാരനാണ്. കൂടാതെ അലി ഖമേനിയുടെ മരണശേഷം പാകിസ്ഥാൻ പൊതുജനങ്ങൾ ഇറാനോട് അനുകമ്പയുള്ളവരുമാണ്. അതിനാൽ ഇറാനെതിരെ നടപടിയെടുക്കുന്നത് പാകിസ്ഥാന്റെ സൈന്യത്തെയും സർക്കാരിനെയും സ്വന്തം നാട്ടിൽ ജനപ്രീതി ഇല്ലാത്തവരാക്കി മാറ്റും. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയുമായുള്ള കരാർ സംരക്ഷിക്കുക എന്ന വെല്ലുവിളിയും പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. അതേസമയം നിലവിലെ സാഹചര്യത്തോട് പാകിസ്ഥാൻ എങ്ങനെ പ്രതികരിക്കുന്നുവെന്നതിനെ ആശ്രയിച്ചായിരിക്കും സൗദി അറേബ്യയുമായുള്ള പാകിസ്ഥാന്റെ കരാറിന്റെ ഭാവി. ഈ പ്രതിരോധ കരാർ ഉദ്ധരിച്ച് സൗദി അറേബ്യ ആക്രമിക്കുന്നതെങ്കിൽ നിന്ന് ഇറാനെ തടഞ്ഞുവെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഒരു മധ്യസ്ഥത തേടുകയാണെന്നാണ് ഈ ഇടപെടലിലൂടെ കാണിക്കുന്നത്.